പലപ്പോഴായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള, അതായത് നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മൾ എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ, അതിൻ്റെ ചില അനന്തര ഫലങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക അച്ചടക്കമില്ലായ്മ എന്ന് പറയുന്നത്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതായത് ഇത് ഏത് തരത്തിലുള്ള ആൾക്കാരെയും ബാധിക്കാം. ഒരു ചെറിയ എമൗണ്ട് മുതൽ വലിയ എമൗണ്ടിലോട്ട് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്. മറ്റൊരു കാരണമെന്ന് പറയുന്നത് അറിവില്ലായ്മ എന്ന് പറയും. അറിവില്ലായ്മ എന്ന് ഞാൻ പറയാൻ കാരണം ഇഗ്നോറൻസ് എന്ന് പറയും. അതായത് നമുക്ക് ഈ അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്കൂളുകളിലോ കോളേജുകളിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ സമൂഹത്തിലോ നമുക്ക് ചില സ്കില്ലുകൾ നമുക്ക് പഠിച്ചെടുക്കുവാനോ അല്ല അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ആരും നമുക്ക് പറഞ്ഞു തരാറില്ല. അതായത് സ്കിൽ സെറ്റ്സുകളുണ്ട്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ലിറ്ററസിയും അതുപോലെ തന്നെ മണി മാനേജ്മെൻറ്റ് സ്കിൽസും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇനിയും ഈ പറയുന്ന 2024 മുതൽ ഇപ്പോൾ 2025 നമ്മൾ കടന്നിരിക്കുകയാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് പ്രധാനമായിട്ടും വളർത്തിയെടുക്കേണ്ട സ്കില്ലുകളിൽ ഒരു വ്യക്തി പഠിച്ചിരിക്കേണ്ട സ്കില്ലുകളിൽ 1-2 എണ്ണമാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മണി മാനേജ്മെൻറ്റ് സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കണം. രണ്ടാമത്തെ കാര്യം ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചെടുക്കണം. കാരണം ഇത് നമ്മൾ പഠിച്ചെടുത്തില്ല, നമ്മൾ സ്കൂളുകൾ കോളേജുകൾ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. ഇത് നമ്മൾ പഠിച്ചെടുത്തിട്ടില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു വലിയ ട്രാപ്പിലോട്ടാണ് പോകുന്നത്. ആ ട്രാപ്പ് എന്ന് പറയുന്നത് മണി ട്രാപ്പ് എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാപ്പ് എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ പോവർട്ടി ട്രാപ്പ് എന്ന് പറയാം. അപ്പോൾ എന്ന് പറയുന്ന പല ഒരേ വകഭേദങ്ങളുള്ള വിവിധ ട്രാപ്പുകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുക.